നമസ്കാരം. സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി കുടിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ? ഉച്ചയ്ക്ക് ആ കഞ്ഞിയും പയറും മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കഴിക്കുന്നത് നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഒരു ഭാഗമാണ് അതിനും. പക്ഷേ കാലത്തിനനുസരിച്ച് നമ്മുടെ സ്കൂളിലെ ഉച്ചക്കഞ്ഞി അല്ലെങ്കിൽ ഉച്ചഭക്ഷണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ മെനു എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അഞ്ഞൂറ്റി 70 പിള്ളേരുണ്ട്. അവർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ 2 ദിവസം വെച്ച്, 2 ദിവസം മോര് കറി, ഒരു ദിവസം പയർ, ഒരു ദിവസം സോയാബീൻ, ഒരു ദിവസം കപ്പയും കടലയും, പിന്നെ ഒരു ദിവസം ഗ്രീൻ പീസ്, 2 ദിവസം പാലും, ഒരു ദിവസം മുട്ടയും. 12:15 ഫുഡ് കൊടുക്കണം. 12 മണിക്ക് എത്തണം. എല്ലാ ക്ലാസ്സിൽ പോകുമ്പോഴെത്തി 12:15 കൊടുക്കും. എല്ലാം പെട്ടെന്ന് സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എല്ലാ പിള്ളേരും വന്ന് കഴിക്കും. വലിയ ക്ലാസ്സിലെ പിള്ളേരും വന്ന് കറികൾ ഇഷ്ടപ്പെട്ട് വന്ന് കഴിക്കും. സോയാബീൻ ഉരുളക്കിഴങ്ങുള്ള ദിവസം ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അവരോട് അന്ന് കഴിച്ച് നമുക്ക് ഒരു സന്തോഷമല്ലേ. പിള്ളേർ കഴിച്ച് കഴിയുമ്പോൾ ഒരു സന്തോഷമാവും. ഇപ്പോൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ പായസം ഉൾപ്പെടെ കൊടുക്കാറുണ്ട്. സാമ്പാർ, അവിയൽ, തോരൻ, പപ്പടം, പായസം. എക്സാം ഉള്ള ദിവസങ്ങളിലാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. തിങ്കളാഴ്ച ചോറ്, സാമ്പാർ, വൻപയർ തോരൻ. ചൊവ്വാഴ്ച സാമ്പാറും മസാലക്കറിയും, സോയാബീനോ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ് അങ്ങനെ. ബുധനാഴ്ച പുളിശ്ശേരി, കൂട്ടുകറി, കപ്പയും കടലയും കൂടിയുള്ള കൂട്ടുകറി കൊടുക്കണം. നമ്മുടെ സ്കൂളുകളിലെ ക്ലാസ് റൂമുകൾ മാത്രമല്ല, സ്കൂളിലെ ഉച്ചഭക്ഷണവും സ്മാർട്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്തരം പ്രവർത്തികൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്, കൈയടിക്കപ്പെടേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, HMT ജംഗ്ഷൻ.